ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജലനിധിയിലും താലൂക്ക് ആശുപത്രിയിലും നാളികേര വികസന ബോർഡിലും മറ്റും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകളുണ്ട്. 8ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ പാറശാല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ്, ആംബുലൻസ് ഡ്രൈവർ, നൈറ്റ് വാച്ചർ, ആശുപത്രി അറ്റൻഡർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച നഴ്സിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് ബിരുദവും 6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമുള്ള 18നും 40നും ഇടയിൽ പ്രായമുള്ളവർക്ക് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് 10ാം ക്ലാസ് പാസ്സായ ലൈറ്റ് ആൻഡ് ഹെവി ലൈസൻസ് ഉള്ള 6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 18നും 40നും ഇടയിലാണ്. അടുത്തത് 18നും 50നും ഇടയിൽ പ്രായമുള്ള 8ാം ക്ലാസ് പാസ്സായവർക്ക് നൈറ്റ് വാച്ചർ തസ്തികയിലേക്കും 18നും 40നും ഇടയിൽ പ്രായമുള്ള 8ാം ക്ലാസ് പാസ്സായവർക്ക് ആശുപത്രി അറ്റൻഡർ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികകളിലേക്കുള്ള നിയമനത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ 16 വൈകുന്നേരം 5 മണിക്ക് മുൻപായി നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം അപേക്ഷകൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അഭിമുഖത്തിന്റെ തീയതി സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് നവംബർ 23 രാവിലെ 10 മണി മുതലാണ്. ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് നവംബർ 23 ഉച്ചയ്ക്ക് 2 മണി മുതലാണ് അഭിമുഖം നടത്തുക. നൈറ്റ് വാച്ചർ തസ്തികയിലേക്ക് നവംബർ 24 രാവിലെ 10 മണി മുതലാണ്. ആശുപത്രി അറ്റൻഡർ തസ്തികയിലേക്ക് നവംബർ 24 ഉച്ചയ്ക്ക് 2 മണി മുതലാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. അടുത്തത് ജലനിധിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. KRWSA ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ പ്രോജക്ട് കമ്മീഷണറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കുടിവെള്ള മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. തൃശൂർ ജില്ലയിലെ മാള, പൊയ്യ, പുത്തഞ്ചിറ, അന്നമനട, വെള്ളാങ്ങല്ലൂർ, കുഴൂർ, എളവള്ളി, നടത്തറ എന്നീ പഞ്ചായത്തുകളിലെയോ സമീപ പ്രദേശങ്ങളിലെയോ താമസക്കാരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം മാള ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നവംബർ 14 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെൻറ്ററും JCI കാലിക്കറ്റും സംയുക്തമായി വെള്ളിമാടുകുന്ന് JDT ഇസ്ലാമിക് ക്യാമ്പസിൽ നവംബർ 11 ശനിയാഴ്ച ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. IT, ഹോസ്പിറ്റാലിറ്റി, മാർക്കറ്റിംഗ്, ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ, ടൂറിസം, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിലായി 70ഓളം പ്രമുഖ കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം അന്നേ ദിവസം രാവിലെ 9:30 JDT ഇസ്ലാമിക് ക്യാമ്പസിൽ ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വിധവ സംഘം എന്ന സന്നദ്ധ സംഘടനയുടെ കീഴിൽ ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന DV ഷെൽട്ടർ ഹോമിൽ പ്യൂൺ തസ്തികയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. 1 വർഷത്തേക്കാണ് നിയമനം. 5500 രൂപയാണ് ശമ്പളം ലഭിക്കുക. 10ാം ക്ലാസ് പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി വരുന്നത് 25 മുതൽ 45 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നവംബർ 13 വൈകിട്ട് 5 മണിക്കകം DV ഷെൽട്ടർ ഹോം, കോയമംഗലം ഹൗസ്, പാലാട്ട് റോഡ്, വേങ്ങേരി ലൈൻ, ഒറ്റപ്പാലം 679101 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ HSST കെമിസ്ട്രി തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 10 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡിൽ കേരളത്തിൽ ഒഴിവ് വന്നിട്ടുണ്ട്. കണ്ണൂരിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 3 മാസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഹോർട്ടിക്കൾച്ചറൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 12ാം ക്ലാസ്സും കൂടാതെ ലൈഫ് സയൻസ് അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചറും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. മാസശമ്പളം 15000 രൂപയാണ് ലഭിക്കുക. ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂ നടക്കുന്നത് നവംബർ 10 രാവിലെ 11 മണിക്ക് SDDP LPS ട്രുമേനി, കണ്ണൂർ വെച്ചിട്ടാണ്. അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂ
ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.